ഈ കിതാബ് നമ്മൾ ആവർത്തിച്ച് വായിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ കൂടെയുള്ള കിതാബുകൾ, കിതാബു തൗഹീദ്, തലാത്തുൽ ഉസൂൽ, ഖവായിദുൽ അർബ, അൽ ഉസൂൽ സിത്ത, ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നവാഖിദുൽ ഇസ്ലാം, ഇത്രയും കിതാബുകൾ ഇത് നമ്മുടെ ജീവനാണ്, തൗഹീദാണ്. ഈ കിതാബുകൾ പഠിക്കുന്നത് അവസാനിക്കാൻ പാടില്ല. ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ഇത് പ്രചരിപ്പിക്കണം, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പ്രചരിപ്പിക്കണം. ഇപ്പൊ ഒരു അവസരം കിട്ടി, ഒരു നസീഹത്ത് പറയാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ആളുകൾ കൂടിയ സമയത്ത് ഒരു അവസരം കിട്ടിയെന്ന് വിചാരിക്കാം. അവിടെ മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച്, ബാധ്യതകളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കാം. അതിന്റെ ഇടയിൽ തൗഹീദ് കടത്തിക്കൂട്ടാൻ നമ്മൾ ശ്രമിക്കണം. എങ്ങനെ പറയാം? ഇപ്പൊ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ പറയുമ്പോൾ അവരോടുള്ള ഒന്നാമത്തെ ബാധ്യത അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കലാണ്, അള്ളാഹിനെ കുറിച്ച് അവരെ പഠിപ്പിക്കലാണ് എന്ന് പറയുക. അങ്ങനെ തൗഹീദ് പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരിക്കലും ഈ കിതാബുകൾ വായിക്കുന്നത് അവസാനിപ്പിക്കരുത്. ഒരു ശരിയായ മസ്ജിദിൽ, ഒരു മസ്ജിദിന്റെ ദൗത്യം നിർവഹിക്കുന്ന ഒരു മസ്ജിദിൽ ഒരിക്കലും ഈ വക കിതാബുകളുടെ ദർസുകൾ അവസാനിക്കാൻ പാടില്ല. അത് തീർന്നാൽ വീണ്ടും ആവർത്തിക്കുക. ചില ആളുകളുടെ ധാരണ ഈ കിതാബൊക്കെ പഠിക്കുന്നത് ഇങ്ങനെയുള്ള ശുഭഹത്തുകളുമായി നടക്കുന്ന ആളുകൾക്കുള്ളതാണ്, അവർക്ക് മാത്രമുള്ളതാണ്. ഒരിക്കലുമല്ല. ഇത്തരം സംശയങ്ങളൊക്കെ മനസ്സിലാക്കി അതിന്റെ മറുപടികളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈമാൻ ഉറക്കും, നമ്മുടെ തൗഹീദിന് കൂടുതൽ ബലമുണ്ടാകും, നമ്മുടെ തൗഹീദ് കൂടുതൽ തെളിമയുള്ളതാകും. അതുകൊണ്ടാണ് യഥാർത്ഥ ഉലമാക്കൾ, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ, അവരുടെ മജ്ലിസുകളിൽ ഇത്തരം കിതാബുകൾ ഒരിക്കലും നിലക്കുകയില്ല. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം മരണം വരെ കിതാബ് തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങിയ കാലം മുതൽ മരിക്കുന്നത് വരെ കിതാബ് തൗഹീദിന്റെ ക്ലാസുകൾ നിർത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടും അദ്ദേഹം തന്നെ വസിയത്ത് ചെയ്യുമായിരുന്നു എന്നാണ്. നിങ്ങൾ ഈ കിതാബ് അവസാനിച്ചാൽ വീണ്ടും വായിക്കണം. അദ്ദേഹത്തിന്റെ മജ്ലിസിൽ വലിയ വലിയ ഖാദിമാര്, വലിയ ഉലമാക്കള്, അതുപോലെ തന്നെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ദീനിയായ ഇൽമിൽ അങ്ങേയറ്റം പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ. അത്തരം മജ്ലിസുകളിൽ വായിക്കുക സലാത്തുൽ ഉസൂലും കിതാബ് തൗഹീദും കശ്ഫ് ശുബ്ഹാത്തും ഇതുപോലുള്ള കിതാബുകളാണ്. അവരുടെ ആരുടെയും കയ്യിൽ ഒരു ചരടുണ്ടാവുകയില്ല. അവരുടെ ചിലപ്പോ പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പരമ്പരയിൽ പോലും ശിർക്ക് ചെയ്ത ഒരാളുണ്ടാവില്ല ഷെയ്ഖിന്റെ സദസ്സിലിരിക്കുന്ന ആളുകളുടെ ഇടയിൽ. ചിലപ്പോ അവരുടെ പരിചയത്തിൽ ശിർക്ക് ചെയ്യുന്ന ഒരാളും ഉണ്ടാവുകയില്ല, അവരുടെ കുടുംബങ്ങളിലൊന്നും. എന്നിട്ടും അവരെന്തുകൊണ്ടാണ് ഇത് പഠിക്കുന്നത്? അത്രയും ഉറപ്പുണ്ടാകണം തൗഹീദിന്. യാതൊരു സംശയവും നമ്മുടെ തൗഹീദിന്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ അവസ്ഥയാണെങ്കിലോ, നമ്മുടെ ചിലപ്പോൾ സ്വന്തം വീട്ടിലുണ്ടാകും ശിർക്ക് ചെയ്യുന്ന ആളുകൾ, ചരട് കെട്ടിയ ആളുകൾ ചിലപ്പോൾ നമ്മുടെ പള്ളികളിൽ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള നാട്ടിലും സാഹചര്യത്തിലും ജീവിക്കുന്ന നമ്മൾ എത്ര പ്രാധാന്യം ഈ വിഷയത്തിന് കൊടുക്കണം. അതുകൊണ്ടാണ് ഷെയ്ഖ് ഈ കിതാബിൽ പറഞ്ഞത്, ഏറ്റവും വലിയ ജഹലാണ് അത്തൗഹീദു ഫഹിംനാഹ്, തൗഹീദ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് പറയുന്ന വാക്ക്, അതാണ് ഏറ്റവും വലിയ വിവരക്കേട് എന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൗഹീദിനോടുള്ള ബന്ധം കുറഞ്ഞു വരും. അതിനർത്ഥം തൗഹീദ് ഒരിക്കലും മനസ്സിലാകാത്ത കാര്യമാണ് എന്നല്ല. തൗഹീദ് മനസ്സിലായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പിശാചിന്റെ ഒന്നാമത്തെ കെണിയാണ്. പതുക്കെ ഈ വിശ്വാസം ജനങ്ങളിൽ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ഇസ്സത്തിന്റെ, നമ്മുടെ എല്ലാവിധ ദുനിയവിയായ അതുപോലെ തന്നെ ഉഖ്റവിയുമായിട്ടുള്ള എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനം തൗഹീദാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. അതുകൊണ്ട് ഈ വിഷയം നമ്മുടെ മരണം വരെ നമ്മൾ പഠിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാനും കലിമത്തു തൗഹീദ് പറഞ്ഞ് മരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.